ഫാറ്റി ലിവറിന് മരുന്ന് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു പേഷ്യൻ്റ് ഇന്ന് വന്നത്. അവർ ഒരു റുട്ടീൻ സ്കാനിങ് ചെയ്തു. ആ റുട്ടീൻ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്തിൽ ഗ്രേഡ് 2 ഫാറ്റി ലിവർ കണ്ടു. അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നെ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു OP-യിൽ. അവർ പറഞ്ഞത് 1 മാസത്തിനുള്ളിൽ ഗൾഫിൽ പോവാണ് ജോലിയുടെ സംബന്ധമായിട്ട്. അപ്പോൾ അതിന് മുമ്പിലായിട്ട് ഈ ഫാറ്റി ലിവർ മാറ്റി തരണം, ഏത് മെഡിസിൻ ആണെന്ന് വെച്ചാൽ ഡോക്ടർ പറയാം. പേഷ്യൻറ്റുമായിട്ട് സംസാരിച്ച് നോക്കി, അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അവരുടെ എൻ്റെ ഒരു ഏറ്റവും എളുപ്പത്തിൽ കുറയാനുള്ള മാർഗങ്ങളും പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർ സാറ്റിസ്ഫൈഡ് അല്ല, അവർക്ക് ടാബ്ലറ്റ് തന്നെ വേണം. അപ്പോൾ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിവർ കോശങ്ങളിൽ ഫാറ്റ് അടിഞ്ഞു, കൊഴുപ്പടിഞ്ഞു, നമ്മുടെ കയ്യിൽ വണ്ണം വെക്കുന്നു അല്ലെങ്കിൽ വയറിൽ വണ്ണം വെക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഇന്റേണൽ ഓർഗൻ ആയിട്ടുള്ള ലിവറിൽ കൊഴുപ്പടിഞ്ഞ് കൂടുന്നതിനാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാറ്റ് കുറയുക എന്നുള്ളതാണ് അതിനുള്ള ചികിത്സ. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. സ്പോട്ട് ഫാറ്റ് റിഡക്ഷൻ പറ്റില്ല, വയറിന്റെ മാത്രമായിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റില്ല, കൈയുടെ മാത്രമായിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ലിവറിലെ മാത്രമായിട്ട് വണ്ണം കുറയ്ക്കാനുള്ള ഒരു മാർഗങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിങ് ആയിട്ട് പോകുന്ന ഇൻഫ്ലമേഷൻസും അതുപോലെ ലിവർ എൻസൈംസ് ഒക്കെ കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട്. അൾട്ടിമേറ്റ്ലി അത് കഴിച്ചാൽ പോലും നിങ്ങളുടെ ലിവറിലെ ഫാറ്റ് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫാറ്റി ലിവർ തിരിച്ച് നോർമൽ ആവാനായിട്ട് പോകുന്നില്ല. സോ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിഡ്യൂസ് വെയിറ്റ്, ഡു പ്രോപ്പർ എക്സസൈസ്, കൃത്യമായിട്ടുള്ളൊരു നല്ല ആഹാരം കഴിക്കുക, കാലറീസ് ഡെഫിസിറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വേണം ഡയറ്റ് പ്ലാൻ ചെയ്യാൻ. സോ ഇതാണ് ഫാറ്റി ലിവർ കുറയാനുള്ള മരുന്നും ഒറ്റമൂലിയും.